whenever I listen to our farmers, and this is across the country, they have always got complaints, always facing difficulties. ഞാൻ ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ കർഷകരെ കാണുമ്പോൾ എപ്പോഴും അവരെ കേൾക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് പരാതികൾ ഉണ്ടാവാറുണ്ട്, അവർക്ക് പറയാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. Today when you were speaking, I was thinking about agriculture in India. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. You were talking about man-animal conflict. Young lady over there got attacked by an elephant. നിങ്ങൾ വന്യമൃഗശല്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ഒരു കുഞ്ഞു പെൺകുട്ടി അവർക്ക് തന്നെ നേരിടേണ്ടി വന്ന ആനയുടെ അക്രമത്തെ സംബന്ധിച്ച് നമ്മളോട് വിവരിച്ചു. You were talking about food storage. നിങ്ങൾക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള അവകാശങ്ങൾ അതല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. The fact that you do not have cold storage facilities. അതിന് ശീതീകരിച്ച സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാൻ ഇവിടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. Talking about not receiving the minimum price for your goods. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക്, പച്ചക്കറികൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, നിങ്ങൾക്ക് താങ്ങുവില പോലും ലഭിക്കുന്നില്ല. And while you were speaking, I was thinking about this building. ഞാൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കെട്ടിടത്തെ സംബന്ധിച്ച് പോലും ഞാൻ ആലോചിക്കുകയായിരുന്നു. And I was thinking that it would be impossible for this building to be built without building a foundation, without having a strong foundation. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇതിങ്ങനെ മനോഹരമായ ഒരു കെട്ടിടമായി മാറണമെങ്കിൽ അതിന് ശക്തമായ അടിത്തറ വേണം. അതിശക്തമായ അടിത്തറയില്ലാതെ ഇതൊരിക്കലും ഇതുപോലത്തെ ഒരു കെട്ടിടമായി മാറുമായിരുന്നില്ല. We are able to sit here today and have this conversation. There is a roof in this building, there are pillars in this building, there are walls in this building, but without a foundation it would be impossible for anything to be constructed. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഇടത്തിന് മേൽക്കൂരയുണ്ട്, അതിന് ചുമരുകളുണ്ട്, അതിന് തൂണുകളുണ്ട്, അതിന് വാതിലുകളുണ്ട്, ജനലുകളുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടാവണമെങ്കിലും അതിശക്തമായ ഒരു അടിത്തറയില്ലാതെ ഇതൊന്നും ഇവിടെ കെട്ടിപ്പൊക്കപ്പെടുമായിരുന്നില്ല. And if somebody went to the architect who was building this building and said, build the building without a foundation, the architect would look at him and say, you're a fool. ഇതുണ്ടാക്കിയ എഞ്ചിനീയറുടെ അടുക്കൽ ചെന്ന് ഈ കെട്ടിടം ഇതിനൊരു അടിത്തറ ഇല്ലാതെ, ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടിപ്പൊക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് പറയുമായിരുന്നു. And it's not a complicated thing, it's a simple thing. അത് വളരെ മനസ്സിലാക്കാൻ പ്രയാസകരമായ ഒന്നല്ല, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. And just like this building needs a foundation, countries need foundations. ഈ കെട്ടിടത്തിന് എങ്ങനെയാണോ ശക്തമായ ഒരു അടിത്തറ വേണ്ടത്, അതുപോലെ തന്നെ രാജ്യത്തിനും അതിശക്തമായ ഒരു അടിത്തറ വേണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Country is not built in the air. Country is not built in the air. വായുവിലല്ല ഈ രാജ്യം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് ഈ നാടിനറിയാം. A roof cannot be built without walls. മേൽക്കൂര ചുമരില്ലാതെ നിലനിൽക്കുന്ന ഒന്നല്ല. Walls cannot be built without the foundation. ആ ചുമരുകൾക്ക് അടിത്തറയായി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിനും നിലനിൽക്കാൻ കഴിയില്ല. And yet the simple fact that our farmers and agriculture is the foundation of India is not understood. വളരെ ലളിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അടിത്തറയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കർഷകനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Long lectures are given about IT, about everything else, but nobody says that nothing can be built in India without a foundation, and the foundation is the Indian farmer. വികസനത്തിന്റെ ഏത് വാതായനങ്ങൾ തുറന്നു കാണണമെന്ന് ആഗ്രഹിച്ചാലും, ഇന്ത്യയിൽ എന്തെല്ലാം നിർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അതൊരടിത്തറയില്ലാതെ നടക്കില്ല. അതിനൊരടിത്തറ ഉണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്ത്യയുടെ കർഷകരാണ് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. And it is not just that the farmer is the foundation.
It is that if you do not respect your foundation, you can never build anything. ഈ രാജ്യത്തിന്റെ അടിത്തറ കർഷകരാണ് എന്ന് പറഞ്ഞു വെക്കൽ മാത്രമല്ല, അത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കർഷകരെ ആദരിക്കാൻ ഈ രാജ്യം പഠിച്ചിട്ടില്ലെങ്കിൽ, ആ കർഷകരെ ഈ രാജ്യം ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കെട്ടിപ്പൊക്കിയതൊന്നിനും നിലനിൽപ്പുണ്ടായിരിക്കില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. And if there is one problem in our country, it is that the person who produces the foundation, the person who gives his entire life to build the foundation of our country, does not have any respect and any protection. ഖേദകരമെന്ന് പറയട്ടെ, ഈ അടിത്തറ ശക്തമാക്കുന്ന, ഈ അടിത്തറയെ കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾ അവരർഹിക്കുന്ന അവർക്ക് ആദരവ് ഈ ഭരണകൂടം നൽകുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. We eat food every day, but we never remember how that food came to our table. Who put that food on our table? We never remember that. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ നമ്മുടെ മേശപ്പുറത്തേക്ക് ആ ഭക്ഷണം എത്തിച്ചു തരുന്ന കർഷകരെ കുറിച്ച് ആലോചിക്കാറേയില്ല എന്നുള്ളതാണ് വസ്തുത. So India can only be successful if our foundation, our farmer, is respected and protected.